കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ആളുകൾക്കൊന്നും കുഴപ്പം പറ്റാതിരിക്കട്ടെ, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനകൾ കൂടിയുണ്ട്. 14-ാം വാർഡിന്റെ മുഴുവൻ ഭാഗം പൊളിഞ്ഞിട്ടില്ല, ഒരു ഭാഗം മാത്രം ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. അതിന് തൊട്ടപ്പുറത്തേക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അഖില, ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്ക് പോകേണ്ടതുണ്ട്. വാർഡ് ഇടിഞ്ഞു വീണതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് അടുത്തുള്ള ഭാഗമാണ് 14-ാം വാർഡ്. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. 14-ാം വാർഡ് പൂർണ്ണമായും വീണു എന്ന് പറഞ്ഞുകൂടാ. 14-ാം വാർഡിലെ ഒരു ഭാഗം, കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നതിനിടയിലാണിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിലെ ഒരു ഭാഗം കെട്ടിടം ഇടിഞ്ഞു വീണു എന്നുള്ള വാർത്ത വരുന്നത്. രോഗികൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. സ്വാഭാവികമായും വാർഡിൽ രോഗികൾ ഉണ്ടാകും. ഈ വീഴുന്ന സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് കരുതണം. ഇതുവരെ അത്തരം സൂചനകളില്ല. കെട്ടിടത്തിന്റെ അവസ്ഥ ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായാൽ മാത്രമേ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാനാവുകയുള്ളൂ. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. പൂർണ്ണമായും ആ ഭാഗം കെട്ടിടം വീണിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. ആശുപത്രിയുടെ 14-ാം വാർഡാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ വീഴുന്ന സമയത്ത്. അതിന്റെ ദൃശ്യങ്ങൾ നോക്കൂ. അത്യാവശ്യം നല്ല തകർച്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കെട്ടിടം 14-ാം വാർഡ് ഇടിഞ്ഞു വീണ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. പഴകിയ ഭാഗം തന്നെയാണിത്. കെട്ടിടത്തിന്റെ പഴകിയ ഭാഗം തന്നെയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പുറത്ത് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിലെ ഒരു ഭാഗം തകർന്നു വീണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രോഗികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയേണ്ടത്. പഴകിയ കെട്ടിടം, അപ്പുറത്ത് പുതിയ കെട്ടിടത്തിന് നിർമ്മാണമുണ്ട് എന്ന് കൂടി അറിയുന്നു. ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ 14-ാം വാർഡ് എന്നാണ് അറിയുന്നത്. 3 രോഗികൾക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 3 രോഗികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ 14-ാം വാർഡ് നല്ല രീതിയിൽ തന്നെ ആ കെട്ടിടം ഇടിഞ്ഞ് തകർന്ന് വീണിട്ടുണ്ട്. 3 പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയുന്നത്. അത് രോഗികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പുരുഷന്മാരായ രോഗികളെയാണ് ഈ ഭാഗത്ത് പ്രവേശിപ്പിച്ചിരുന്നത് എന്നുള്ള വിവരമാണ്. ഈ 14-ാം വാർഡ് അതിനുള്ളതാണ്. പുരുഷ രോഗികൾക്കുള്ള വാർഡാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അഖിൽ, നല്ല രീതിയിൽ തന്നെ ആ കെട്ടിടം തകർന്നു വീടുണ്ട്. 14-ാം വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സർജറി വിഭാഗത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. ഈ കെട്ടിടം ഒറ്റ അടിക്ക് അങ്ങ് വീഴുകയായിരുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ദൃക്സാക്ഷികളുണ്ടോ? അറിയില്ല. അഖിൽ, 3 പേർക്ക് പരിക്കുണ്ടെന്ന് ഇതൊരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ്. കുറെ പഴയ സാധനങ്ങളും ഒക്കെ തന്നെ, ഈ വാർഡിനോട് ചേർന്നിട്ടുള്ള പഴയ സാധനങ്ങളും ഒക്കെ തന്നെ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സ്ട്രക്ചറും ഉപയോഗിക്കാത്ത സ്ട്രക്ചറും ഒക്കെ തന്നെ. അറിയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ CA ആണ്, CA അറിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്.